ഹായ് SusaRuchiയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒത്തിരി നാളായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ചക്കയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്കിന്നൊരു വീഡിയോ ഇടാം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചക്കക്കുരുവും കൂഞ്ഞും കൂടെയാണേ. അതാദ്യം കാണിച്ചു തരാം. ചക്കക്കുരു ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതാണ്ട് ചിരണ്ടി വൃത്തിയാക്കി മുറിച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ചക്കക്കുരു കുഞ്ഞും കൂടെ വെക്കുന്ന സമയത്ത് ചക്കക്കുരു എങ്ങനെ കറി വെച്ചാലും ഇതൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കളയാൻ പറയും. പക്ഷേ ഇപ്പോൾ അത് അധികം കളയത്തില്ല, അതിനൊക്കെ ഗുണമുണ്ട്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ളത്. എന്നാലും ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ആ പണ്ടത്തെ രീതി മനസ്സിലിങ്ങനെ കിടക്കുന്നത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിൽ കൂഞ്ഞും കൂടെ നമുക്കിടാം. കുഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ചക്കയുടെ മോൾ ഭാഗത്ത് നമ്മൾ ചക്ക ഇങ്ങനെ മുറിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരത്തില്ല ഏണ്ട കൂഞ്ഞ് ഇതുപോലെ ചെത്തിയെടുക്കുന്നത്. ഇങ്ങനെ മുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ ചക്കയുടെ അകത്ത് നമ്മൾ ചുളയെടുക്കുന്നതിന് മുമ്പ് മുകളുണ്ടല്ലോ, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ. ചില പിള്ളേർക്ക് കൂഞ്ഞെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, അത് കാണിച്ചു തരുവാണേ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കി ഞാൻ നല്ലപോലെ അരിഞ്ഞ് കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് കൂഞ്ഞ്. നമുക്കിതിനകത്തിന് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാവേ. ഇതിനകത്തേക്ക് വേണ്ടി ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് ഇത്, ചെറിയ ഉള്ളിയാണിത്. നല്ലപോലെ അതും കഴുകി എടുത്തിട്ടുണ്ട്. ഒരു സവാളയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ, ഇറച്ചിക്കറിക്ക് ഇടുന്ന പോലെ, ബീഫ് കറി വെക്കുന്നത് പോലെ. പിന്നെ അതിനകത്തേക്ക് ഞാൻ മല്ലി എടുത്തേക്കുന്നത്, കുറച്ച് മല്ലി, ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്. ആ മല്ലി എന്തിനാണെന്ന് ചോദിച്ചാൽ പെരുംജീരകമാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. പണ്ടൊന്നും കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്ക ഒന്നും ആരും ഇറച്ചി കിടത്തില്ലായിരുന്നല്ലോ. എൻ്റെ കൊച്ചിലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പെരുംജീരകവും ഈ മല്ലിയൊക്കെ കൂടി മുളകും ഒക്കെ കൂടി വറുത്ത് ഉരുളിയിലിട്ട് ഇടിച്ച് പിന്നെ കല്ലിൽ അരച്ചാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. അപ്പോൾ അതുപോലെ ഈ മല്ലിക്കകത്ത് കിടന്നുകൊണ്ട് ഈ പെരുംജീരകം മൂക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, ഒരു മണമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഇച്ചിരി കറുവപ്പട്ടയും 2-3 ഏലക്കായും ഒരു 3-4 ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആ വറക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഒരു എരിവിന് വേണ്ടി ഒരു 2-3 എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇത് വറക്കുന്നത് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങയും കൂടെ അതിൻ്റെ കൊടുത്തിട്ട് വറക്കണം. തീയലല്ല, എന്നാൽ തേങ്ങയും കൊട്ട് വറുത്ത് അരയ്ക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിനകത്ത് കാശ്മീരി ചില്ലി പൊടിയുണ്ട്, അതും ചേർക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ നമുക്ക് അന്നേരം ചേർക്കാം. നമുക്ക് ആദ്യം ഈ ചക്കക്കുരുവും കൂഞ്ഞും കൂടെ അടുപ്പിൽ ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ചേർത്തൊന്ന് വേവിക്കാൻ വെക്കാം. മുളക് പൊടി ചേർക്കണ്ട, എന്നാലും അതിലൊരു ഇച്ചിരി എരിവ് പിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആദ്യം അതൊന്ന് വേവിക്കാൻ വെക്കാം. നമ്മളിതാ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവേ. ഇച്ചിരി വെള്ളം വേണം. നമുക്ക് ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ, ഒരു കളറില്ലാത്ത. ഒരിച്ചിരി മുളക് പൊടി ഇടാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിൽ വെച്ച് വേണമെങ്കിൽ വേവിക്കാം. പക്ഷേ കുക്കറിൽ വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഈ ചക്കക്കുരു ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും, എന്തൊക്കെ കുഴഞ്ഞു പോകും. അതിന് വേണ്ടിയാണ് നമ്മൾ അതങ്ങനെ ആവാതിരിക്കാനാണ് ഇപ്പം ഇങ്ങനെ വെച്ച് വേവിക്കുന്നത്. ഈ കൂഞ്ഞൊക്കെ നല്ലപോലെ വെന്ത് വരണം. ചക്കക്കുരും കൂഞ്ഞും കൂടെ ഒരുപോലെ വെന്തോളും. അപ്പോഴത്തേക്ക് നമുക്കിത് വേവട്ടെ. നമുക്ക് അപ്പുറത്തെ ഗ്യാസിലോട്ട് നമുക്ക് അതിന് മസാലകളൊക്കെ വറുത്തെടുക്കാം. നമ്മളിതാ ചീഞ്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ അടുപ്പേൽ എന്തായെന്ന് കൂടെ നോക്കാം. വേവാവുന്നു, ഇച്ചിരി കൂടെ വേവാനുണ്ട്. പകുതി വെന്തു. ചട്ടിയിലൊക്കെ വെച്ചാലൊരു ടേസ്റ്റാണ് കണ്ടോ. പകുതി വെന്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ വേവട്ടെ, നല്ലപോലെ ഇച്ചിരി കൂടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാലയൊക്കെ വറുത്ത് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് മല്ലി ഇടാം. നമുക്ക് ഈ പെരുംജീരകവും ഈ മസാലയൊക്കെ കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുളകും കൂടെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞെടുപ്പ് കളഞ്ഞിട്ടേ മുളക് പൊടി വേണം. ഇനി
ഒന്ന് മൂക്കട്ടെ. നമുക്കത് മൂപ്പിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് തേങ്ങ വറുക്കാൻ. ഇതാ ആയിട്ടുണ്ട്. ഇത്ര മതി. ഒത്തിരി മൂത്ത് പോയാൽ കൊള്ളത്തില്ല പെരുംജീരകമൊക്കെ. നമുക്ക് ഇനി തേങ്ങ വറുത്ത് കഴിയുമ്പോൾ അതിനകത്തിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. നമുക്കിത് വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് ഈ തേങ്ങ ഇടാം. ഒരു അരമുറി തേങ്ങയേ ഉള്ളൂ കേട്ടോ. അത് ആവശ്യത്തിന് അവരവരുടെ അളവിൻ്റെ അനുസരിച്ചിട്ട് ആവശ്യത്തിന് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. തേങ്ങ കൂടുതൽ വേണ്ടപ്പോൾ കൂടുതലെടുക്കാം. ഞാൻ ഒത്തിരി തേങ്ങ എടുത്തിട്ടില്ല. ഇത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അരഞ്ഞ് കിട്ടുന്ന പാകത്തിന്, അതായത് നല്ലപോലെ അരയുന്ന പോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇളക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂക്കട്ടെ. മൂത്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി നല്ലപോലെ മൂക്കണം. മൂക്കട്ടെ. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് കൊടുക്കാം. ഒന്നും കൂടെ മൂക്കട്ടെ. ആയിട്ടുണ്ട്. നമുക്ക് ഒരു മിനിറ്റും കൂടി ഇളക്കിയിട്ട് നമുക്കിത് ഇറക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മസാല സവാളയൊക്കെ മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും കൂടി മൂപ്പിച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് മതി. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകട്ടെ. നമുക്കിത് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ മൂക്കട്ടെ. തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ചൂടൊന്ന് കളർ മാറിയിട്ട് നമുക്കിതാ ഈ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ. പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയൊന്നും അല്ല വെക്കുന്നത്. പണ്ടൊക്കെ എവിടെയാ ഈ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്നത്? ഇഞ്ചിയൊക്കെ അരിഞ്ഞിടുക. ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിടുക. ഇതാ ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇത് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു സവാളയും കൂടി ഇതിൻ്റെ കൂടി ഞാൻ അങ്ങ് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് അരിഞ്ഞായിരുന്നു. കൊച്ചുള്ളി ഇതാ നടി കൊച്ചുള്ളിയാണ്, സവാള അതും കൂടെ അങ്ങ് ഇട്ട് വഴറ്റിയെടുക്കാം. അത് വഴലുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ, അത് നമുക്ക് പൊടിച്ച് അരച്ചെടുക്കാം. നമ്മുടെ കഷ്ണവും വെന്തിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരുവും കുഞ്ഞും കൂടെ വെന്തിട്ടുണ്ട്. അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ. ഇതിലും വേണ്ടി വരും ഇച്ചിരി കൂടെ. നോക്കാം. എന്നിട്ടിത് മൂപ്പിച്ചെടുക്കാം. അത് മൂക്കട്ടെ. ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏകദേശം എന്താ ആയി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഒക്കെ കൂടി നമുക്ക് അരച്ചെടുക്കാം. അത് ആറിയിട്ടുണ്ട്, നമുക്ക് അരച്ചെടുക്കാം. ഇത് മൂക്കട്ടെ, കുറച്ചും കൂടി മൂക്കാനുണ്ട്. മൂക്കട്ടെ. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ആ ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഒന്നും കൂടെ ഇച്ചിരി കൂടെ ഒന്ന് വേകുമ്പോഴേക്ക് ബാക്കിയും കൂടെ ആയിക്കോളും. നമുക്കിതിനകത്ത് മസാലപ്പൊടികളിടാം. ഇനി ആദ്യം നമുക്കിച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടതാ, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. മല്ലി നമുക്കതിനകത്ത് ഉണ്ടായിരുന്നു, എന്നാലും ഒരു ശകലം ഇടാം. നമ്മുടെ സാധാരണ നമ്മൾ അങ്ങനെ ഇടാറുണ്ടല്ലോ. ഒരു ഇച്ചിരി പൊടിയായിട്ട് ഇതിൽ കിടന്ന് മൂക്കട്ടെ. പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ്, മതി, അത്രയും മതി. നമുക്ക് മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ്. നമ്മൾ അതിനകത്ത് 2-3 എരിവിനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും എരിവ് വേണമല്ലോ. ഇച്ചിരി മുളക് പൊടി ഇട്ടു. നമുക്കിത് മിക്സ് ചെയ്യാം. ഒന്ന് മൂക്കട്ടെ, നല്ലപോലെ മൂക്കട്ടെ.
1/2 ടീസ്പൂൺ നമ്മൾ പൊടിച്ച മസാലപ്പൊടിയാണ്. കറുവപ്പട്ടയും ഗ്രാമ്പുവും ഇച്ചിരി മല്ലിയും പെരുംജീരകവും ഏലക്കായും ഒക്കെ കൂടി പൊടിച്ചതിൻ്റെ നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഈ മസാലയ്ക്കകത്തത് കിടക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവൊക്കെ ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഇച്ചിരി കൂട്ടി വയ്ക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നോക്കി, നല്ലപോലെ വെന്തതാണ്. കൂഞ്ഞൊക്കെ കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. കൂഞ്ഞൊക്കെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അത് കഴിക്കാനൊക്കെ. ചക്കക്കുരു ഇതാ വെന്തിട്ടുണ്ട് നല്ലപോലെ. കണ്ടോ? ഇതിനകത്ത് കിടന്ന് നല്ലപോലെ നമുക്ക് ഇച്ചിരി അടച്ച് വെച്ചിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ആവി കയറട്ടെ. എന്നിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ആയിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പും കൂടെ അങ്ങിടാവേ. ഇതും കൂടെ അങ്ങിടാം, അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ. ഇതിളക്കി നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം. ഇതാ മണം, ഇറച്ചിക്കറിയുടെ അതേ മണം. ഇതിപ്പോൾ ഇത്തിരി ചാറ്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഇളക്കുമ്പോൾ ഇത്രയും ചാറുണ്ടെങ്കിൽ ഇത് നല്ലപോലെ അങ്ങ് കൊഴുക്കും. ഇതൊക്കെ ഈ ചക്കക്കുരുവൊക്കെ അങ്ങ് ഉടഞ്ഞ് നല്ലപോലെ വെന്തിട്ടുള്ളത് കൊണ്ട് നല്ലപോലെ കുറുകണം. നല്ലപോലെ ഒന്നുകൂടെ തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് കടുക് വറുത്തൊഴിച്ചിട്ട് ഇറക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ഉണ്ടോ, അടിപൊളി, സൂപ്പർ. ഇപ്പൊക്കെ കറക്റ്റാണ്. നോക്കിയായിരുന്നു. നമുക്കിത് അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തൊഴിക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി. നമ്മൾ വഴറ്റിയപ്പോഴൊക്കെ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നല്ലോ. നമുക്ക് കടുകിടാം. എല്ലാ കടുകും പൊട്ടട്ടെ. നമുക്ക് എന്നിട്ട് കൊച്ചുള്ളി ഇടാം. ഇച്ചിരി ഇന്നൊക്കെ ഇച്ചിരി കൊച്ചുള്ളി ഇട്ട് കടുക് വറുത്താൽ നല്ല ടേസ്റ്റാണ്. അതിനകത്തേക്ക് നമുക്ക് വറമുളക് ഇടാം. നല്ല കൽച്ചട്ടിയിലൊക്കെ അങ്ങോട്ട് വയ്ക്കണം. ഇപ്പോൾ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ? കല്ലേലോട്ട് അങ്ങോട്ട് വറുത്തരച്ച് കല്ലേലങ്ങോട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കണം. നല്ല ഇറച്ചിക്കറി മാറി നിൽക്കും. ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒഴിക്കാം. അടച്ചു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിനി നമ്മുടെ കറി വേറൊരു പാത്രത്തിലോട്ട്
മാറ്റാം. തുറന്ന് നോക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ ചക്കക്കുരു കുഞ്ഞ് കറി റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറി വലിയ ടേസ്റ്റോട് കൂടിയ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൂഞ്ഞൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്